ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോർഡാൻ വിൽമർ ഗിൽ എന്ന് പറയുന്ന പഞ്ചാബ് എഫ് സി താരത്തെ അവർ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ വിചാരിച്ചിരുന്നു ലുക്ക മായനെ ആയിരിക്കും അവർ നിലനിർത്താൻ പോകുന്നതെന്ന്. പക്ഷേ ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു ജോർഡാൻ വിൽമർ ഗില്ലിനെ നിലനിർത്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1-2 ഗോൾ മാത്രമേ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അടിച്ചോളെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ കഴിഞ്ഞ സീസൺ അദ്ദേഹം നോർത്ത് ഈസ്റ്റിന് വേണ്ടി 15 ഗോളുകളോളം നേടിയിരുന്നു. സോ അത്ര മികച്ചൊരു താരമാണ് ജോർഡാൻ വിൽമർ ഗില്ല്. സോ എന്തായാലും നിലനിർത്തിയാൽ നല്ലതാണ്. കാരണം നല്ലൊരു എന്താ പറയുക, ബോൾ എത്തിച്ചു കൊടുക്കാൻ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഗോൾ അടിക്കാൻ കഴിവുള്ളൊരു താരമാണ്. നല്ല രീതിയിൽ ഫിസിക്കൽ അപ്പിയറൻസ് ടീമിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഒരു നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെയാണ്. അത് ദിമിത്രിയോസ് ചാറ്റ്സിയസ് എന്ന് പറയുന്ന പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചാബിൻ്റെ ഡിഫൻഡറാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻറ്റാണ്. എന്തായാലും അദ്ദേഹമായിട്ടുള്ള കോൺട്രാക്റ്റ് പഞ്ചാബ് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതായത് കുറേ എക്സാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒരു ISL ക്ലബ്ബ് ലക്ഷ്യമിടുന്നുണ്ടെന്ന്. സോ ഏതായിരിക്കും ആ ഒരു ISL ക്ലബ്ബ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പല ISL ക്ലബിൻ്റെ പേര് പറയാം. പക്ഷേ നമുക്ക് പറയേണ്ടത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ മിലോസിനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. മാർക്കോ ലെസ്കോവിച്ചിനെ റിലീസ് ചെയ്തു. സോ അവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാവുന്ന ഒരു താരം തന്നെയാണ് ദിമിത്രിയോസ് ചാറ്റ്സിയസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ. കാരണം പഞ്ചാബ് എഫ് സിക്കെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിൽ ഇദ്ദേഹം കളിച്ചൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഷോട്ട് അടിക്കാൻ പോകും അവിടെ എല്ലാം ബ്ലോക്കുമായിട്ട് അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. സോ ഒരുപക്ഷെ ആ ഒരു മാച്ച് കണ്ട് ചിലപ്പോൾ കരോലിസിന് ഇമ്പ്രസ് ആയെന്ന് വരാം, ചിലപ്പോൾ അദ്ദേഹത്തെ ടീമിലെടുത്തെന്നും വരാം. സോ ഇത് റൂമർ മാത്രമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്കെതിരായിട്ടുള്ള പെർഫോമൻസ് നല്ലതായിരുന്നു. നിങ്ങളിപ്പോൾ നോവാസദിയുടെ ആ ഒരു സൈനിങ് തന്നെ നോക്കിയാൽ മതി. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ നോവാസദി കളിച്ചിരുന്നു. ആ ഒരു പെർഫോമൻസ് കണ്ടാണ് കരോലിസ് അത് ഉറപ്പായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ പെർഫോമൻസ് മാത്രമല്ല വേറെ കളിയിലെയും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. സോ അതെല്ലാം ഒരു കാരണമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യത, ചിലപ്പോഴാണ്, റൂമർ മാത്രമാണ്. സോ അതുകൊണ്ട് ആ രീതിയിൽ മാത്രം കാണുക. നമുക്ക് എല്ലാ ദിവസവും ന്യൂസ് ചെയ്യണം, റൂമേഴ്സ് ചെയ്യണം. സോ അതുകൊണ്ട് ചെയ്യുന്നത് മാത്രമാണ്. നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്താലേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ്. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോസിനെ കണ്ടാൽ മതി.